ലാൻഡിങ് ലാൻഡിങ്. അവന്റെ മൂട്ടിലൊട്ടൊക്കെ ജംഷിന്റെ പ്ലേറ്റ് ഒക്കെ നിറഞ്ഞിരിക്കാണ്. ഫുഡ് പറഞ്ഞപ്പോ ഭാര്യ വലിച്ച് സിമ്പിൾ കുറച്ച് മാത്രം. ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. നമ്മള് ഡെസേർട്ട് സഫാരിക്കാണ് കേട്ടോ പോണത്. നമ്മളെ കൂടെ ഫാദുഷ് ഉണ്ട്, ജംഷി ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഫാദുഷാണ് കേട്ടോ. ഇപ്പോ ഷാർജയിലെ നെസ്വാർ എന്ന സ്ഥലത്താണ് ഈ ഡെസേർട്ട് സഫാരി ക്യാമ്പ് ചെയ്യുന്നത്. നമ്മളെ വണ്ടിയുടെ വെയിറ്റിംഗിലാണ്. നമ്മളിതാ ഡെസേർട്ട് സഫാരിന്റെ ഫസ്റ്റ് അഡ്വഞ്ചർ ആയിട്ടുള്ള സാൻഡില് നമ്മളിതാ വണ്ടിയിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ലാൻഡ് ക്രൂസറാണ്. പിന്നെ ഇവിടെ ഇതിപ്പോ ഞങ്ങൾ ബുക്ക് ചെയ്ത് വന്നതാണ്. ബുക്ക് ചെയ്യാതെ വരാട്ടോ. ഇവിടെ വന്നിട്ട് അവർ വന്ന് ചോദിക്കും നിങ്ങൾ ബുക്ക് ചെയ്താണോ, അല്ലെങ്കിൽ അവരെന്നെ വേറെ ഇവിടുന്ന് ഇത് കൊണ്ടുപോകും. അപ്പം ചിലപ്പോൾ റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഫാദർസ് കൂടെ വണ്ടി കയറിക്കോ. അങ്ങനെ ഫാദർസ് നമ്മുടെ ഫ്രണ്ടിൽ കയറ്റാണ്. ഫാദർസ് ഫ്രണ്ട് കയറാ. അതെ, നമ്മളെ ഇത് തലകെട്ടൊക്കെ ഇട്ടിട്ടാണ് നോക്കണേ. എന്തൊക്കെ അവസ്ഥ എന്ന് കണ്ടറിയാം. കേറി അപ്പൊ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളെ ഡ്രൈവർ ബ്രോ, आपका नाम क्या है? ഫഹദ് ഫ്രം പാകിസ്ഥാൻ കാ. അപ്പൊ പാകിസ്ഥാനിലുള്ള ഫഹദ് ഭായിയാണ് നമ്മളിതാ ഈ കടിഞ്ഞാൻ പിടിക്കുന്നത്. ഒട്ടകത്തിന്റെ അതാ കയറി പോണ വണ്ടി നോക്കണ. റൈഡിൽ ഞാൻ ആദ്യമായിട്ടാണ് സൂപ്പറാട്ടാ. ധൈര്യം ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം. ഡ്രൈവ് ചെയ്തത് ഇതിന്റെ ലൈസൻസ് എടുക്കാൻ വേറെ ഇതുണ്ടോ? അത് കിട്ടിയില്ല. അതിന് കിട്ടിയില്ല. അപ്പൊ തിരിച്ചു. അതിനാണ് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നത്. നമ്മളെടുത്തോ എന്താ പോണേ. इधर स्नेक आएगा, नहीं आएगा. इधर जो स्नेक होता है ना वो सैंड के अंदर डूब जाते हैं. तुम देखे डॉक्यूमेंट्री में. स्कॉर्पियन आएगा, स्नेक आएगा. ഇവിടുത്തെ പാമ്പിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് കടിച്ചാല് അപ്പൊ മരണം ഉറപ്പാണ്. അത്ര സ്ട്രോങ് സാധനമാണ്. ചൂടുള്ള സ്ഥലത്തുള്ള എന്ത് സാധനം തേടും ചെയ്യാലും പിന്നെ അവിടെ എന്റെ ശരീരം എത്ര എന്തിലുണ്ടാവുക. ഇതുവരെ റീൽസിൽ ഇങ്ങനെ കാണുമ്പോൾ ഫുൾ കുടുങ്ങിയിട്ട് അത്ര ഉണ്ടാവുക. അതാണ് ഇത്. നമ്മള് കൊറേ നേരം ഇതേമാതിരി റൈഡ് ചെയ്യും, ഡെസേർട്ടിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ക്യാമ്പ് പോയിന്റ് ഉണ്ട്, അവിടേക്ക് എത്തും. മുത്ത് ഇടക്കിടക്ക് വെക്കുന്നുണ്ട് ഫുഡായോ അതിന് കയറി അതാണ് മറ്റേ ഞാൻ പറയണില്ല. മുമ്പിൽ കണ്ണാടൊക്കെ ഇട്ട് ഒരു മുതല ഇരിക്കണ്ട്. കണ്ണ് തുറക്കരുത് അത്ര അതിനകത്തന്നെ കണ്ണാട ശരിക്കും അതന്നെയാണ് സംഭവം. ആദർശി കണ്ണ് തുറക്കാതിരിക്കാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ഫാദുഷ ഞാൻ കാണിക്കും. ഇതിന്റെ ഉള്ളിൽ കുത്തിത്തിരിക്കണ ഞങ്ങളെ എങ്ങനെയുണ്ട്? ടാക്സിൽ കയറിയൊരു അനുഭവമാണ് സംഭവം. നമ്മളെ അറബി ഷെയ്ക്കിന്റെ മോളാണ്. ഇത് മുത്തു ഫുഡ് ബെല്ലി ഡാൻസ് ലക്ഷ്യമാക്കി. ബെല്ലി ഡാൻസ് ഇല്ലെങ്കിൽ പ്രശ്നം പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഭയങ്കര അഡ്വഞ്ചർ ആട്ടോ അതില്.
നമ്മൾ ഈ ഫോണിൽ നോക്കുമ്പോ നമുക്കൊന്നും തോന്നില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ഇതിന്റെ അഡ്വഞ്ചർ എക്സ്പ്ലോർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മള് ഫോണിനായിട്ട് നല്ല ശരിക്കും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പേടിച്ചിട്ട് തോന്നുന്നത് മൂപ്പരിപ്പോ തിരഞ്ഞു നടക്കുന്നത് ക്യാമ്പ് എവിടെ നിന്നല്ലേ. ഇതേമാതിരത്തെ ഓരോ ക്യാമ്പുകളാണ് ഇവിടെ ഉണ്ടാവുക. ശരിക്കും നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നേരത്തെയാണ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നേരവും ഡെസേർട്ട് സഫാരി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തല്ലൂടാൻ നിൽക്കുന്നുണ്ട് അവര്. തല്ലൂടിയാ പിന്നെ അവരുടെ അവിടെ പോയാൽ നമ്മള് എട്ടിന് പണി കിട്ടും. തിരിച്ചാണ്ട് പോണ വഴി കൂടി അറിയില്ല. പൈസ കുഞ്ഞോളെ മുന്നിലാക്കിയാൽ മതി. അടിക്കിറങ്ങുമ്പോ വലിയ പ്രശ്നമില്ല. അങ്ങനെതാ കൊറേ ഇതിന് ശേഷം നമ്മളിവിടെ അങ്ങോട്ട് എത്തി. ചെക്കൊക്കെ ആകെ ഒരു മാതിരി അയക്കണ കേട്ടാ. കണ്ണ് തുറച്ചിക്കണ്. അവിടെ ക്യാമൽ സഫാരി കുട്ടി അതാ നല്ല പഠിക്കണ്. എനിക്ക് വേണ്ടത് ആദ്യം കുതിരനെ ഒട്ടകത്തിനെ കണ്ടുപിടിച്ചത് ചേട്ടാ. നമ്മളിതാ ഇവിടെ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട്. ഫുള്ള് സെറ്റാണ് കേട്ടാ. നല്ല വിദേശികളെല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്, ഡെസേർട്ട് സഫാരി. നമ്മളെ ഇത് ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് ഇത് വരുമ്പോൾ നമ്മളെ പലപ്പോഴും നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്, മരുഭൂമി കൂടെ ഇതായിട്ട് ഇങ്ങനെ അമ്മാനാടുന്നത്. ഇപ്രാവശ്യമാണ് ശരിക്കും എക്സ്പീരിയൻസ് വന്നത്. അതിൻ്റെ ത്രില്ലിങ് തന്നെയാണ്. രണ്ട് സെക്ഷനാണുള്ളത്. ഒന്ന് പ്രീമിയം സെക്ഷനും ഒന്ന് നോർമൽ സെക്ഷനും. ഓക്കെ. നോർമൽ നമുക്കുള്ള എല്ലാ ഏരിയകളും ഉണ്ട്. നമ്മൾ ഹെന്ന ഇടുന്ന സ്ഥലങ്ങള്, അതേമാതിരി ശീശ തൊട്ട ബാക്കിലുള്ള ശീശ വലിക്കുന്ന സ്ഥലം, പിന്നെ നമ്മുടെ ടീ കോഫി അങ്ങനത്തെ പാനീയങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്, പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പെപ്സി അങ്ങനത്തെ കോള വാങ്ങുന്നുണ്ടെങ്കിൽ ആ ബാർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമുക്ക് പെപ്സി കോള അങ്ങനത്തെ അങ്ങനത്തെ ഐറ്റം മുതൽ ഈ റൗണ്ട് കാണുന്ന ഏരിയയാണ്, സർക്കിൾ സ്ക്വയറിൽ കാണുന്ന ഏരിയയാണ് ബെല്ലി ഡാൻസ് ഏരിയ. ബെല്ലി ഡാൻസ് അതിന്റെ ആള് ബെല്ലി ഡാൻസ് അപ്പൊ ഉണ്ട് സത്യായി. അപ്പൊ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും ഇപ്പൊ എങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാൻ പറ്റുമോ? അതൊരു ലിമിറ്റ് ഉണ്ടോ? അൺലിമിറ്റഡ് ആണ് ഫുഡൊക്കെ. അപ്പൊ എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. സന്തോഷമായി, നമ്മുടെ മുത്തുവിന് സന്തോഷമായി. പിന്നെ ഇതിന്റെ കാര്യം എന്താ പറഞ്ഞു, ഒട്ടകത്തിന്റെ കാര്യങ്ങളും ഒട്ടകത്തിന്റെ രണ്ട് റൈഡിംഗ് ഉണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്, അഡീഷണൽ ചാർജ് ഉണ്ട്. ഈ ഫ്രീ ആയിട്ടുള്ള പറഞ്ഞാൽ ഇപ്പൊ ഈ തൊട്ട് പുറത്ത് കാണും, നമ്മള് നേരത്തെ കണ്ടത്. പിന്നെ അഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചാർജ് വരും. ചാർജ് വരുന്ന കുറച്ച് ലോങ് ആയിട്ട് പുറത്ത് ഏകദേശം കുറച്ച് ആൾക്ക് നടന്ന സ്ഥലത്ത് വരും. ഒരു പക്കി ഉണ്ട്. പക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് ആണ് അതിന്. ഏകദേശം ഒരു 500,000 ദിർഹംസ് വരും. എത്ര നോക്കാം, ശ്രമിക്കാം. ഓക്കെ. അപ്പൊ നേരത്തെ ഫാദുഷ് പറഞ്ഞതാണ്, ഇതിപ്പോ ഫ്രീ റൈഡ് ആണ്. ഇവിടെ അങ്ങനെ ചുറ്റി കളിക്കും. പിന്നെ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് പോകണമെങ്കിൽ അതാ പോണ്. അങ്ങനെ കൊണ്ടുപോയി നമുക്ക് പണി പാളി. എന്റെ ക്യാഷ് കൊടുത്ത് ഓലൊക്കെ പോയി തിരിച്ചു വരുന്നത്. അതിലൊരു പ്രശ്നം വന്നിട്ട് നമുക്ക് ഇനി ആകെ ഒരു ഈ ഒരെണ്ണത്തിന് ആകെ മതം പൊട്ടിയ ലെവലാണ് നിൽക്കുന്നത്. തീരെ അതാ എന്തോ ആക്രമണുണ്ടാക്കാണ്. അവിടെ ഇരിക്കുന്നുണ്ട്. അതിന് റെസ്റ്റ് കൊടുക്കുന്നു. അത് തന്നെ നമ്മക്ക് പേടിയില്ല. മതം പൊട്ടി നമ്മൾ പൊട്ടുന്നോടത്ത് വെച്ച് കാണും. സിമ്പിൾ സിമ്പിൾ. ഇത് മതം പൊട്ടില്ലല്ലോ. എനിക്ക് ജാടയിൽ ഇരിക്കാൻ പറ്റുന്നില്ലാന്ന്.
സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ അതഞ്ഞിപ്പോൾ ഒട്ടകങ്ങൾ കുറെ കൂടി അവർ റൗണ്ട് അടിച്ച് വന്നു. ജംഷീദ് ഇല്ല, ജംഷീദ് എത്ര ഇതുണ്ടായാലും ഒരു എക്സ്പ്രഷൻ കാണിക്കില്ല. പക്ഷെ ഒരിക്കലും ഇതൊന്നും കാണിക്കില്ല കേട്ടാ. മുഖത്ത് കറക്റ്റ് എത്ര പേടിണ്ടില്ല. മുത്തു ഫ്രണ്ടില് കയറും, അതാ ബാദുഷ. മുത്തു ബാക്കിലാണല്ലേ? അതെ, മുത്തുവിന് ധൈര്യം കൂടിയോണ്ട് മുത്തു ബാക്കിലായി. അടച്ചോനെ കാത്തോണി പറഞ്ഞിട്ടൊക്കെ വേണ്ടേന്ന്. അതാട്ടാ മുത്തുക നല്ല സന്തോഷം മുഖത്ത് കാണിച്ചുകൊണ്ട് സൂം ചെയ്യാൻ പറ്റൂല ചേച്ചിങ്ങനെ. അവിടെ പോവാനും പാടില്ല, നമ്മളത് ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഈ മുത്ത് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങണ കുറച്ച് ഫോട്ടോസ് എടുത്തോ പൊന്നു. ഇറങ്ങണേ ഇതെല്ലാം കൈതപ്പുറത്തായിരിക്കണേ. മുത്തുവിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞേ? പേടിച്ചിട്ട് അതാ ഫ്ലൈറ്റ് ഒക്കെ ഈ വഴിക്കൂടെ ഒക്കെ പോകണ്ടിട്ടാണ്. ഞാൻ അവരിതാ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും നല്ല ധൈര്യത്തിലാന്നുള്ളത്. ആൾക്കാർ നടക്കട്ടെ. ടെൻ റൺസോളൂ ഒന്നും നിർത്തോ. അതായത് ഫോട്ടോ എടുക്കട്ടാ. കയ്യൊക്കെ അതിൻ്റെ ഉള്ളിലെ കയ്യൊക്കെയാണ്, അപ്പൊ കുഴപ്പമില്ല. ഏയ് ധൈര്യം കൂടി ഫോട്ടോ എടുത്താ 10 റൺസോളൂ കേട്ടോ. എന്തായാലും ഒന്ന് അടുപ്പിച്ചു പിടിച്ചോ. അതാ സംഭവം സൂപ്പറാണ് കേട്ടോ. അങ്ങനല്ല. അടുത്തതായിട്ട് നോ പ്രോബ്ലം. നല്ല പിക്ക് കിട്ടണം കേട്ടോ, നീ കൊളയരുത്. എന്നൊക്കെ അവരെന്നെ ഓടിച്ചു വരികയാണ് കേട്ടോ. അറബി പെണ്ണാണത് ഓടിക്കണത്. അത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ സാധനത്തിൽ ഓടിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഈ സാധനം ഫ്ലേവറുകളാണ്, സിഗരറ്റ് ഇതുപോലത്തെ സാധനമൊന്നുമല്ല. എല്ലാവരും വലിക്കുന്നൊരു സാധനമാണ് ഷിഷ. എല്ലാവരും വലിക്കും. ഷിഷ അല്ലേ, എല്ലാവർക്കും വലിക്കാമല്ലോ. ലഹരിയുള്ള സാധനം ഒന്നുമല്ലല്ലോ. നമുക്ക് വെള്ളത്തിൻ്റെ അവിടെ പോവുക, ഷിഷ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് തുടങ്ങി. ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിൾ, മാംഗോ. മുത്തു വരുന്നു. മുത്തുവിൻ്റെ ശ്രദ്ധ ഫുള്ള് ബെല്ലി ഡാൻസിൻ്റെ സ്റ്റേജിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അവൻ്റെ പ്രതീക്ഷ മൊത്തം അതാണ്. അതട്ട ഇല്ലാന്ന് പറഞ്ഞാൽ വല്ല മഴയും പെയ്തുള്ള സീനൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനുള്ള ടാർപ്പായ വേണമെങ്കിൽ തരും, സെറ്റാക്കി തരും. വലിയാള് വന്നിട്ടുണ്ട് കേട്ടോ അത് കുടിക്കാന്. ഒരു കുട്ടി വലിയ മനുഷ്യൻ ഫ്രീക്കനാട്ടാ. അങ്ങനെ ഇഷ്ടമായി. കുട്ടി മുത്തുവിനെ അറിയാതെ ഒന്ന് നോക്കി, അതാണോ കുട്ടി തിരിഞ്ഞോടി. ആ മുത്തു മെനക്കിട്ടോ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥത അത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേന്ന്. അപ്പൊ ഓറഞ്ച് ടേസ്റ്റ് കയ്പുണ്ടാ? ഇല്ല ഇല്ല. മാംഗോ കുഴപ്പമില്ല. അപ്പൊ 3 ഫ്ലേവറും കഴിച്ച്
മലയാളി പുലിയാടാതെ പുജേറ പോവാന്ന് പറയുന്നുണ്ട്. ഓനക്ക് ഈ വൈബ് കിട്ടൂല. കാണകര് മാത്രമേ ഫുഡ് ഉണ്ടാവില്ല. ഫുഡ് നമ്മള് കൊടുക്കണമെന്ന്. നേരത്തെ നമ്മളെ ആഷിക്കാണ് നമ്മളെ കൂടെ ഉണ്ട്. ബാറ് പിന്നെ ഇവിടെ ഉള്ളത് അത് പിന്നെ നമുക്ക് നോക്കണ്ട, പേടിക്കണ്ട. കുടിക്കാനല്ല എന്താ ഐറ്റം നോക്കാൻ പോവാണ്. അവിടെ പെപ്സി ഐറ്റംസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട്. അങ്ങനെ വേറെ ലെവലാണ് കേട്ടോ ഐറ്റംസുകൾ. അവിടെ ഉള്ളവർക്കൊക്കെ കുടിച്ചാർമതിക. അവിടെ പെപ്സി ഒന്നും കാണുന്നില്ലല്ലോ എന്നാണ് ഇപ്പൊ എന്റെ സങ്കടം. ഒട്ടും ഇഷ്ടമായില്ല പറഞ്ഞത്. അവന്റെ അവിടെ 4 പെഗിന് ആകെ 50 മതി എന്നാണ് ഞാൻ പറയുന്നത്. ഇതില് പോവാന് 4 പേര് കൂടിയിട്ട് 1000 ദിർഹംസ് ആട്ടാ പറയണത്. 1000 ദിർഹംസാണ് 30 മിനിറ്റിന് ഇതിൽ പോവാന്. 4 പേർക്ക് പോവാ. ഇതാണെന്ന് വെച്ചാൽ 150 ദിർഹംസ് ഒരാൾക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിത് ട്രൈ ചെയ്യാൻ പോവാണ്. ഇതിന്റെ പേരെന്താന്നുള്ളത് മറന്നുപോയി, അവിടെ ചോദിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ ഇതിന്റെ മെയിൻ ആള് വന്നിട്ടുണ്ടായിരുന്നില്ല. മലയാളിയാണ് പുള്ളി. അപ്പൊ പുള്ളി വന്നപ്പോഴാണ് പുള്ളി ഞങ്ങളോട് പറഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് കയറാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ മാക്സിമം ഡിസ്കൗണ്ടിൽ വന്നിട്ടുണ്ട്. 100 ദിർഹംസാണ് ഒരാൾക്ക് പറഞ്ഞത്. നമുക്ക് ട്രൈ ചെയ്യാൻ പോണേ. ഞാൻ ഫസ്റ്റാണ് ഇത് ട്രൈ ചെയ്യാൻ പോണേ. നോക്കട്ടെ. അപ്പൊ ഫസ്റ്റ് ഫാദർഷാ പോണത്. ആഗ്രഹങ്ങൾ തീർക്കണം സമയത്ത. പോലെ മാറുന്നാളട്ടാ. ഫോട്ടോ ഞാനല്ല ജംഷിയ. ഇതെന്താ നിർത്തിട്ടിതെന്താ ഇജാസ്കെന്താ നിർത്തി? സിഗ്നൽ ഒന്നാ മരുഭൂമിയില് സിഗ്നൽ ഇട്ടാ. ജസ്കന്റെ വണ്ടി കേടന്നു. ഐശ്വര്യ വന്ന് കയറിയപ്പോ തന്നെ കേടന്നു. ഞാനൊക്കെ ഓടിച്ചാടാ വീണ്ടും എടുക്കേണ്ടി വരൂല്ലേ? ഞാൻ ബൈക്ക് ഓടിക്കുന്ന പറ്റില്ല. നാട്ടില് ഞങ്ങള് എടപ്പാളാണ്. നിങ്ങളെവിടെ നാട്ടില്? കൊല്ലം. പേര് അമീൻ. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സെയിം ടു യു. അപ്പൊ പുള്ളി വന്നിട്ട് അവൾക്ക് ഇതിങ്ങനെ കെട്ടിക്കൊടുത്തത് നല്ലതിൽ നമ്മളെ മലയാളിയുള്ള കൊല്ലത്തുള്ള പയ്യനാണ്. എന്തായാലും അവൻ ഇവിടെ നല്ലൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. നല്ല നമ്മൾ ഈ കെട്ടും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. സംഭവം സൂപ്പറാണ് കേട്ടോ. പിന്നെ നമ്മളെ ഇക്കാക ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ മുങ്ങിട്ടാ സംഭവം. പുള്ളിയാണ് ഇപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. പുള്ളി ഇതിൻ്റെ കയറ്റിയെടുത്ത് നടത്തുന്നുണ്ട്. ഹമീദ് എന്നാണ് പേര്. എന്തായാലും എല്ലാവരും ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ഇതിൻ്റെ ഇത് വെക്കുന്നുണ്ട്, പുള്ളിയുടെ ഫോൺ നമ്പറും കാര്യങ്ങളും. ഇവിടെ വന്ന് എന്തായാലും മിസ് ചെയ്യാതെ നോക്കണം. ഇവിടെ അടി തുടങ്ങി. സമൂസ, ഷവർമ, ഫലാഫിൽ കഴിച്ചു കഴിഞ്ഞു. അപ്പം ഇനി മുത്തുവിനെ കുറച്ചായിട്ട് ഇനി നോക്കണ്ട, ഞങ്ങളിനി പോയിട്ട് നോക്കട്ടെ അവിടെ എന്തൊക്കെയാന്നുള്ളത്. അപ്പോൾ ഷിഫ്റ്റിനെ മുമ്പിൽ വിട്ട് ആകെ 75 ദിർഹംസേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നിട്ട് ട്രൈ ചെയ്തിട്ട് പോകണം. എന്തായാലും ഞാൻ 2 വർഷം ഇവിടെ വന്നിട്ട് ഞാനിത് സത്യം പറഞ്ഞാൽ ട്രൈ ചെയ്തിട്ടില്ല.
അപ്പോൾ ഇൻഷാല്ലാ മിക്സ് ഓക്കെ സമൂസ വെച്ചിട്ട് ഓക്കെ 3 ഐറ്റം ഫലാഫിലും ഇതൊന്ന് കാണിച്ചെന്ന് ഫലാഫില് ഷവർമ ഓക്കെ ഇതാണ് ഇവിടുത്തെ സ്നാക്ക്. ഇനി ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ വേറെ ഫുഡുകളുണ്ട്. അപ്പോൾ ഈ സ്നാക്ക് ആയിട്ട് ഷീഷയിൽ പോവാന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടുന്ന് സോസ് വേണമെങ്കിൽ ഇവിടുന്ന് സോസ് കഴിക്കാം. വാട്ട് ഇസ് ദിസ് ബ്രോ? സോസ് ജസ്റ്റ് വെച്ചാൽ സോസ് അതിൻ്റെ സോസ് ഇതാക്കിയിട്ടുണ്ട്. അപ്പം നേരെ അവിടെ പോയിട്ട് നമുക്ക് ഇരിക്കാം. അപ്പം ഇനി കുറച്ച് ഫുഡിൻ്റെ തിരക്കിലേക്ക് ഞങ്ങളൊന്ന് മാറുകയാണ്. നമ്മളെ പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടാ. Mutlu happy. മുത്തു കണ്ട വെള്ളി ഇങ്ങനെയല്ല എന്ന് മുത്തു പറയണേ. മുത്തുന്റെ വെള്ളി ഇങ്ങനെയല്ല. ഫാദുഷൈൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെ എടുത്തു വരുന്നുണ്ടാ. തിന്ന അതാണ് അവന്റെ മൈൻഡ്. കുറച്ച് അക്രമമായിട്ട് തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന്. ഇതോടെ എന്നയുടെ പരിപാടി ഫ്രീ ഉണ്ട്. ഫസ്റ്റത്തെ സാധനം ഡിസൈൻ സിമ്പിൾ സാധനം. പിന്നെ അങ്ങനെ ഡിസൈൻ അനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. ഈത്തപ്പഴം അല്ലേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ. ഈത്തപ്പഴം ഈ സാധനം ശരിക്കും രണ്ടും കൂടിയിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് അതിന് മധുരം ഉണ്ടാവില്ല. അപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കൂടി കൂട്ടത്തിൽ കഴിക്കുന്നത്. മധുരം ഉണ്ടാവില്ല, കയ്പ വിത്തൗട്ട് ഉണ്ടാവുക. ഡ്രസ് വാടകയ്ക്കും കൊടുക്കൂട്ടാ. വാടകയ്ക്ക് കെട്ടിട്ട് നടക്കേ ഫോട്ടോസ് എടുക്കാനല്ലേ. ഫോട്ടോസ് എടുക്കാനും അറബിക് ഡ്രസ്സിങ് അവര് ഡ്രസ് ചെയ്ത് കൊടുക്കും തോന്നുന്നുണ്ട്. ഈ ഷോളിന് എന്താ പറയാ ഞാൻ ഇട്ടില്ല. ആ ഷോൾ നമ്മള് ഷോപ്പിൽ നിന്ന് ഓൾറെഡി എടുത്തിട്ട് വന്നു. ഇവിടുന്ന് വാങ്ങിച്ചില്ല. ഇതിനൊക്കെ ഇത് മലയാളി ആട്ടെ. എവിടെ നാടെവിടെ? ചെമ്മാടാണ്. ഞാൻ അടപ്പാട്. ഇവിടെ ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഒരു കെട്ടിട്ട വരുന്നത്. തിരിയൂ എന്നാലേ മനസ്സിലാവുള്ളൂ. തിരിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ ഇത് വാങ്ങിയിട്ടല്ലേ അഗാളോ ഖത്തറ അഗാള്. ഇതിന് ഖത്തർ ഇത് അഗാള്. വേറെ കന്തൂറ. പിന്നെ കന്തൂർ ഇടും ഇതിന്റെ കൂട്ടത്തില്. സോറി
ഇവിടെ എത്ര ദിവസമായിരിക്കും ഇതാക്കിയിട്ട് ഇങ്ങനെ ഇടും കൂട്ടി സെറ്റായിട്ട് വരിക. മൊത്തം സെറ്റ് എങ്ങനെ ഉണ്ടാവുക? മൊത്തം സെറ്റ് ഒരാൾക്കിപ്പോൾ വേണമെന്ന് വെച്ചാൽ 150 റംസ് ഉണ്ടെങ്കിൽ ഇത് മൊത്തം സെറ്റായിട്ടാണ് കിട്ടും കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഒരു അറബിക് സ്റ്റൈലിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതല്ലോ. ഇതല്ലേ നൈസ്. അടുത്ത അവിടെ ഫുഡ് അടി സെക്ഷനാണ്. സെയിം മലയാളീസ് ടൈപ്പ് തന്നെയാണ്. എല്ലാവരും ഓടിച്ചാടി പോകുന്നുണ്ട്. ഗ്ലൗസ് ഇടണം കയ്യിൽ. മാസ്ക് അപ്പം മാസ്ക് പറയണ ഇട്ടിട്ടില്ലല്ലോ. പറയണ ആളെന്നെ ഇട്ടിട്ടില്ല. വേറെ രസം ഇതൊക്കെ കണ്ട ഫുഡ് ജസ്റ്റ് ഞാൻ ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. ഫുഡ് പാസ്ത സലാഡ് ഐറ്റംസുകളാണ്. ഇവിടെ പാസ്തയുടെ വേറെ കുറച്ച് കളർ ഐറ്റംസുകൾ സെയിം സാധനം തന്നെയാണ്. ജംഷിന്റെ പ്ലേറ്റ് ഒക്കെ നിറഞ്ഞിരിക്കാണ്. ഫുഡ് പറഞ്ഞപ്പോ വാരി വലിച്ച് പിന്നെ സിമ്പിൾ കുറച്ച് മാത്രം. എല്ലാം ഒന്ന് തൊടിപ്പിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പാണ് കൂടി. പക്ഷെ ഇത് കഴിക്കുമ്പോ കുറച്ച് ഹൈറ്റ് ഉള്ള ടേബിൾ തന്നെയായിരുന്നു. ഇതിപ്പോ വെള്ളം അമർത്തിക്കൊണ്ടേ വെള്ളമൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിക്കോളാം വയറൊക്കെ. ഇപ്പൊ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു. അതവിടെ നിന്നിട്ട് ഏകദേശം ഒക്കെ കഴിയാറായി. അപ്പം നമ്മൾ പോവാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ നല്ല തിരക്ക് വരും. അപ്പോൾ ജംഷന് വരുന്നില്ല. ജംഷൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ജംഷൻ വാടാ പോവാടാ. ചെക്കൻ നിരാശയോടെ ബാക്ക് ടു ജോബ്. ഇതാണ് നമ്മുടെ ക്യാമ്പ്. അതാ
കാണുന്നില്ല. ഓക്കെ ആണതാ വണ്ടി. ആ ഇനി നമ്മളെ കാക്കാണ് കേട്ടോ ഇനി ഡ്രൈവ് ചെയ്യാൻ പോണത്. നേരത്തെ ഒരു ഹിന്ദിക്കാരനായിരുന്നു, പാകിസ്ഥാനി. നമ്മളെ കാക്കാണ് ഡ്രൈവ് ചെയ്യാൻ പോണത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിശേഷം നോക്കാം. ഇത് നമ്മളെ നിസാർക്ക. നമ്മൾ ശരിക്കും നമ്മളെ കൊണ്ടുവരേണ്ടത് ഇയാള് നമ്മൾ നിസാർക്ക് കഴിഞ്ഞു, പക്ഷേ സാങ്കേതിക കാരണത്താൽ വരാൻ പറ്റിയില്ല. അപ്പോഴാണ് നിസാർക്ക് എത്തിയത് കുറച്ചു മുമ്പേ. നിസാർക്കാട് നാട് എവിടെ പറഞ്ഞ്? ഞാൻ തൃശ്ശൂർ പുന്നിയൂർക്കുളം. പുന്നിയൂർക്കുളം. നൈറ്റ് ഡെസേർട്ട് സഫാരി. സംഭവം ഞങ്ങളുടെ സീറ്റ് സീറ്റ് വെച്ചിട്ടുണ്ടാ? സീറ്റ് വെച്ചില് ഇതില് കാര്യമില്ല. പഠിച്ചോന് എന്നൊരു വിളി. ചെറുതായിട്ടൊരു കേട്ടിട്ട് പറഞ്ഞ പോലെ. ഇതിന്റെ പേരെന്തിന് സാർക്കാ? നമ്മളെ റയാൻ അല്ലേ? റൈന ടൂർസ്. ഇതിപ്പോ എങ്ങനെ ഇതിന്റെ ഇതിപ്പോ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാല് അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വരുന്ന രീതിയിലുണ്ട്. അതാവുമ്പോ നമ്മള് മറ്റേ ഈ ഗസ്റ്റിന്റെ പോലെ കൂടുതൽ പൈസ കൊടുക്കും. ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ നമ്പർ റേറ്റ് വ്യത്യാസമുണ്ട്. സീസൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിന്? ഇപ്പൊ സീസണാണ്. ഇപ്പൊ സീസൺ അല്ലേ? സീസണാകുമ്പോ കുറച്ച് കുറയും. അപ്പൊ ഈ പ്രോഗ്രാം ഒക്കെ സെയിം പ്രോഗ്രാമും കാര്യങ്ങളും സെയിം ആണ്, പക്ഷെ സീസൺ മാറുമ്പോ റേറ്റും കുറയും. ഡിമാൻഡ് ഓൺ സർവീസ്. ഇപ്പൊ തണവിന്റെ ഇത് കാണാമല്ലേ ഇവിടെ ഈ ഏറ്റവും കൂടുതൽ തിരക്കുകൾ ഇപ്പൊ ദിവസം മാറിയില്ലേ? അപ്പൊ റേഞ്ച് ഇവിടുന്നോണ്ട് കുറയും. അതിന്റെ ലൈസൻസ് എടുക്കുമ്പോ ഇപ്പൊ ഈ ഡെസേർട്ടില് ഇതാക്കുമ്പോ ലൈസൻസ് എടുക്കുമ്പോ എങ്ങനെയാ അതിന്റെ പരിപാടി? അതേപോലെ നമ്മളെ പോലെ ടെസ്റ്റ് ഉണ്ടാവും, റോഡിൽ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഡെസേർട്ടില് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. അതിന്റെ ചാർജ് ഒക്കെ അതേപോലെ 8-9 അതിങ്ങനെ വണ്ടി അവരുടെ ഉണ്ടാവും അല്ലെങ്കിൽ അവരതുണ്ടാവും, പഠിക്കുന്ന വണ്ടി ഉണ്ടാവും. അല്ല നമ്മളിതിന് ഡെസേർട്ടിന്റെ ട്രെയിനിങ്ങിന് നമ്മളെ വണ്ടി വേണം. അല്ല മറ്റേപ്പോ നമ്മുടെ സിഗ്നൽ നോക്കിയിട്ട് ഇവിടെ അതിന്റെ ഇതില്ലേ എന്താ പറയാ, അവർക്ക് അറിയാൻ പറ്റും. നമുക്കൊരു കംഫർട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നത് അതില്ലാതെ നമുക്ക് ലൈസൻസ് കിട്ടില്ല. അത്ര ഇപ്പൊ നമ്മള് ഫസ്റ്റ് ആ പോയിന്റ് പക്കി ഓടിച്ചാൽ മതി, അങ്ങനെ പറയാം. ഫസ്റ്റ് പക്കി ഓടിച്ചപ്പോ 2 റൗണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പിന്നെ നമ്മൾ എടുത്തിട്ട് വിട്ട്. നമ്മളെ ഷെയ്ക്കത്തി ഇവിടെ ഷെയ്ക്കത്തി ഭയങ്കര ക്ഷീണത്തിലാണ്. എല്ലാരും ചാലിശ്ശേരി അല്ലല്ല ഒറ്റ ഭയങ്കര കുരിയാട്. ഭയങ്കര കുരിയാട്, ഒരാള് ചെമ്മാട്, ഞാന് രാമനട്ടരാ. എന്തോരം സ്ഥലം ഇവിടെ ഒന്നും കറണ്ട് ബില്ല് വരുന്നില്ല. In 600 meters, take the E611 map to Dubai. ഒന്നുകൊണ്ട് മേടിക്കട നമ്മളെ ജയ്സല്, നമ്മളെ ചങ്ക് ഫവാസ് കുറച്ച് തിരക്കിലാണ്. നാളില്ലാത്തോണ്ട് ഫവാസ് തന്നെ എല്ലാം ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇനി വേറൊരു പാർക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് പോണ്. പാർക്ക് കാണാനല്ല, നമ്മളെ മുത്തോന് ജംഷീന് മൂത്രയിക്കാനാണ്. വേറെ സ്ഥലത്ത് കൈ എന്തെല്ലാരും എന്താ ഫോട്ടോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്താണ് സംഭവം. എന്താണ് ഉണ്ടായിന്ന് അറിയില്ല. വൺ സ്മാർട്ട് ആഷിക്ക് കണ്ണാടക ഇട്ടിട്ട് പോയിട്ടുണ്ട്. ആഷിക്ക് കണ്ണാട ഇട്ട പിന്നെ വേറെ ലെവലാണ് എന്നല്ല ഭയങ്കര അങ്ങാടി മൊത്തം പറയാ.
തീരുമാനായാ വരി അത് പൊളിച്ചടക്കുങ്ങള്